ഹലോ മക്കളെ, എല്ലാവർക്കും അറിയാം പ്ലസ് 1 മാത്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കോൺ സെക്ഷൻസ്. ഒരുപാട് മാർക്കിലാണ് ബോർഡ് എക്സാമിന് ഈ ചാപ്റ്റർ ചോദിക്കാറ്. നമുക്ക് ഈ കാണുന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റൻ നമുക്ക് ഒരു മിനിറ്റ് നോക്കാം. എല്ലാവർക്കും ജസ്റ്റ് മിനിറ്റിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ ഗിവൺ ബൈ x + 5 ഹോൾ സ്ക്വയർ പ്ലസ് y - 3 ഹോൾ സ്ക്വയർ = 36. ആദ്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കേണ്ടത് സർക്കിളിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ്. എന്താ പറയുന്നത്? x - h ദി ഹോൾ സ്ക്വയർ പ്ലസ് y - k ദി ഹോൾ സ്ക്വയർ = r². ഇതാണ് നമ്മുടെ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഒറ്റ കാര്യം പറയാൻ പറ്റും ആദ്യമേ തന്നെ, റൈറ്റ് ഹാൻഡ് സൈഡ് r² ആണ്. അത് എത്രയാണ്? 36 ആണ്. കമ്പയർ ചെയ്ത് മനസ്സിലായി, r² എന്ന് പറഞ്ഞാൽ 36, which implies r എത്രയായിരിക്കും മക്കളെ? റേഡിയസ് 6 ആണ്. മനസ്സിലായി, കിട്ടി. ഇനി എന്ത് വേണം? ഇനി നമുക്ക് സെൻറ്റർ വേണം. സെൻറ്ററിന് വേണ്ടി നമുക്കറിയാം, ഈ കാണുന്നതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ എങ്കിൽ ഇതിനകത്ത് h, k ആണ് സെൻറ്റർ. എന്താ സെൻറ്റർ? h, k. മക്കളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് h, എന്താണ് k നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ മൈനസ് ആണ്, പക്ഷെ ഇവിടെ പ്ലസ് ആണ്. ചിന്ന പ്രശ്നമായി. നമ്മൾ എന്താക്കി? നമ്മളത് ഈ കാണുന്ന x + 5 കുറച്ച് മാറ്റി നമുക്ക് ആവശ്യമുള്ള പോലെ മൈനസ് ആക്കി എഴുതുമ്പോൾ x - -5 ദി ഹോൾ സ്ക്വയർ പ്ലസ് y - 3 ദി ഹോൾ സ്ക്വയർ = 36 അഥവാ 6² എന്ന് എഴുതി. ഇപ്പോൾ പറയാൻ പറ്റിയതേ കമ്പയർ ചെയ്യുമ്പോൾ x ഓക്കെ, മൈനസ് ഓക്കെ, ആൻഡ് h എന്തായിരിക്കും? h എന്ന് പറഞ്ഞത് -5 ആണ്. സോ h = -5 ആൻഡ് k എന്തായിരിക്കും? k എന്ന് പറയുന്നത് 3 ആണ്. അതായത് സെൻറ്റർ എന്താണ്? സെൻറ്റർ എന്ന് പറഞ്ഞാൽ അത് -5,3 ആണ്. ഇനി ട്രിക്ക് ഉണ്ട് ഇതിന്. ഇത്ര മാത്രം ട്രിക്ക് വരുന്നത്. ഈ കാണുന്ന സെൻറ്ററിലുള്ള സംഭവം നമ്പർ നേരെ സൈൻ മാറ്റാം. +5 ആണെങ്കിൽ -5 ആക്കുക. ആൻഡ് ഇവിടെ എന്താണ് മക്കളെ? -3 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ +3 ആക്കുക. സോ -5,3 ഇതാണ് നമുക്ക് എന്ത് ഇവിടെ കിട്ടിയ സെയിം ആൻസർ. ഇങ്ങനെ കുറേ ട്രിക്കുകളൊക്കെ തന്നെ ഉണ്ട്. ഈ കാണുന്ന എല്ലാ ട്രിക്കുമായിട്ട് ഞാൻ നാളെ വരുന്നുണ്ട് വൈകുന്നേരം കൃത്യം 7 മണിക്ക് കോഡ് സെക്ഷൻസ് ലൈവുമായിട്ട്. സോ എല്ലാവരും ഉണ്ടാവുക. ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. സീ യു ഗൈസ് ദേർ.